അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് അയാൾ ഈ സമൂഹത്തിന്റെ നല്ലതിന് വേണ്ടി നിൽക്കുന്നതാണ്, അയാൾ പറയുന്നതാണ് ശരിയെന്നാണ്. എന്നാൽ ഇയാൾ പറയുന്ന ഒരു തേങ്ങയുമല്ല ഒരു ശരിയുമല്ല എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്കറിയാം. സംഘിമിത്രമായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ വർഗീയ ബോധങ്ങളൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് പൊടിയൊക്കെ തട്ടി വലിയ രീതിയിൽ അങ്ങോട്ട് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ജാതിയും മതമൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വൃത്തികെട്ട സംസാര രീതികൾ കൊണ്ട് അയാൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ 4 പേരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്നാലും ഇപ്പോഴും സുരേഷ് ഗോപി എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധങ്ങളൊന്നും തെറ്റല്ല, അയാൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഹിന്ദുക്കൾ മണ്ടന്മാരായിട്ട് അയാളുടെ മുന്നിലേക്ക് പോയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡിലേക്ക് പോകുന്ന ആളുകളാണ്. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനി ഇതെടുത്തിട്ട് ആരും പൊങ്കാലിടണ്ട. അപ്പോൾ ഈ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്കുള്ളൊരു യൂണിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഐക്യമൊന്നും ഈ പറയുന്ന ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ ഹിന്ദുക്കൾ എന്താണ്, സ്പ്രെഡായി കിടക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൺവിൻസ്ഡ് ആവും. അപ്പോൾ അതുപോലെ കൺവിൻസ്ഡ് ആയിരിക്കുകയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ.